ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും നന്നായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. വിഷുവിന് ശേഷമുള്ള ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ. വിഷുവിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഗീതു ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗീതു ഇങ്ങനെ അതൊക്കെ സ്വപ്നമാണെന്ന് മനസ്സിലായതിനു ശേഷം ഗീതു ഇങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പെട്ടെന്ന് ഗീതുവിന് തോന്നുകയാണ് അവർണിക ഒന്ന് വിളിച്ചാലോ എന്ന്. അപ്പോൾ ഗീതു നേരെ അവർണികയുടെ കോൾ ചെയ്യുന്ന സമയത്ത് അവർണികയ്ക്ക് യാതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർണിക നല്ല ഹാപ്പി ആയിട്ട് ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ ഗീതു, ഇതെന്താ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എന്നൊക്കെ സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്. പക്ഷേ ഗീതു മൊത്തമായിട്ട് ടെൻഷനിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഗീതു സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അവർണിക, ഇന്ന് ഓഫീസിൽ കണ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ടൊരു സ്ത്രീ വന്നില്ലേ? അവർ ബഹളം വെച്ച സമയത്ത് CCTV ഓഫാക്കാൻ ആരാ പറഞ്ഞേ? അപ്പം കുറച്ചൊരു ടെൻഷനോട് കൂടി തന്നെ അവർണികയും പറയുന്നുണ്ട്, അത് വരുണാണ് പറഞ്ഞത്. അപ്പോൾ ഗീതു സീരിയസ് ആയിട്ട് പറയാണ്, പക്ഷേ ആ സമയത്ത് ഓഫീസിലെ മുഴുവൻ ക്യാമറകളും ഓഫായി. ആ സമയത്ത് എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും പ്രധാനപ്പെട്ട ചില ഡാറ്റകളും അതുപോലെ തന്നെ SD കാർഡും നഷ്ടപ്പെട്ടു. അപ്പോൾ അവർണിക തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് നഷ്ടപ്പെട്ടതും ഓഫീസിലെ CCTV ക്യാമറ ഓഫ് ചെയ്തതും തമ്മിൽ എന്താ ബന്ധം? അപ്പം ഗീതു പറയാണ്, CCTV ക്യാമറ ഓഫാക്കാൻ പറഞ്ഞ വരുണേട്ടൻ തന്നെയാണ് SD കാർഡും അതുപോലെ തന്നെ ഡാറ്റാസ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും. അപ്പം അത്ഭുതത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ആശ്ചര്യത്തോടു കൂടി തന്നെ അവർണിക ചോദിക്കുകയാണ്, എന്തിൻ്റെ ഡാറ്റാസാണ് നഷ്ടപ്പെട്ടത്? അപ്പം അത്രയ്ക്ക് പ്രധാനപ്പെട്ട എന്ന് ഗീതു പറയുമ്പോഴേക്കും താഴെ കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഗീതു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർണിക എന്താ സംഭവം എന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, അവർണിക, കണ്ണേട്ടൻ വന്നു, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്തെങ്കിലും അവർണികക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ്, എന്തായിരിക്കും നഷ്ടപ്പെട്ട ഡാറ്റാസ് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത്. അതേസമയം തന്നെ താഴെ കാറിൽ അജാസാണ് ഗോവിന്ദിനെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പോൾ തന്നെ ഗീതുവിന് ഏകദേശം മനസ്സിലായി, ഓ ഫിറ്റായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അജാസ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോവിന്ദിനെ ഇറക്കുകയാണ്. അജാസ് പിടിക്കാൻ ശ്രമിക്കുന്ന ടൈമിലൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്തിനാണ് പിടിക്കുന്നത്, ഞാനത്ര ഫിറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ അജാസ് ചിരിച്ചുകൊണ്ട് പറയാണ്, അതൊക്കെ സാറിന് ഇപ്പോൾ തോന്നും, സാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട്, എന്നെ വിട്, ഞാൻ വലിയ ഫിറ്റൊന്നും അല്ല എന്ന് പറഞ്ഞില്ലേ, ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാ, ആ സന്തോഷത്തിൻ്റെ മൂഡിലായിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാണ് ഗോവിന്ദ് നടക്കുന്നത്. പക്ഷേ അജാസ് പിടിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഗോവിന്ദ് തടയാണ്, വേണ്ട എന്നെ പിടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തടയാണ്. പക്ഷേ അധികം അമിതമായ ഹാപ്പിയിലാണ് ഗോവിന്ദ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയോ കൂടെ അജാസ് പിടിച്ചിട്ട് മുകളിലേക്ക് എത്തിക്കുകയാണ്. കാരണം കാറ് താഴെയാണല്ലോ നിർത്തുക. അത്രയും ദൂരം ഗോവിന്ദിന് തനിയെ നടക്കാൻ വയ്യ, പക്ഷെ പിടിക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല. എങ്ങനെയൊക്കെയോ അജാസ് കൈയും കാലൊക്കെ പിടിച്ച് എന്തായാലും ഗോവിന്ദിനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഗീതുവിന് മനസ്സിലായി ഫുൾ ഫിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ കാരണം എന്തായിരിക്കുമോ, അതായത് ഗീതു ആ പറഞ്ഞതിൻ്റെ മുകളിലായിട്ട് ദേഷ്യം കൊണ്ടായിരിക്കുമോ എന്നൊക്കെയാണ് ഗീതുവിൻ്റെ ടെൻഷൻ. അതേസമയം അകത്താണെങ്കിൽ രാധിക ഗോവിന്ദിനെ കാത്തിരുന്നിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്, കുഴപ്പമില്ല ജാസ്, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ കള്ളു കുടിച്ച ആ ഒരു ശബ്ദത്തിൽ വെച്ച് നടന്നുകൊണ്ട് ശബ്ദമൊക്കെ എന്തോ ആയിട്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. രാധികയും തൊട്ടടുത്ത് തന്നെ വരുണും ഇരിപ്പുണ്ടായിരുന്നു. അവർ കിഷോറിനെ കണ്ടുവന്നതിൻ്റെ ആ ഒരു ഷോക്കിലും ഒക്കെ കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അകത്തേക്ക് എത്തിയ സമയത്ത് അജാസ് ഇവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ഇന്നിച്ചിരി ഓവറായിപ്പോയി. അപ്പോൾ ഗോവിന്ദ് അജാസിനെ നേരത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ഓവറൊന്നുമല്ല, ഓവർ അവളെ നിങ്ങൾക്ക് ആർക്കും ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ടേക്ക് നടക്കുന്നതിനിടയിൽ കസേര തട്ടിയിട്ട് വീഴാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രേഖ വേഗം വന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഗോവിന്ദ് ആ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, സാറ് വാ, ഞാൻ മുകളിലേക്ക് കൊണ്ടാക്കാം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അജാസ് പോയിക്കോളൂ. അപ്പോഴേക്കും ഗോവിന്ദ് ആ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചിട്ട് വേച്ച് പോവും. രാധികയും രേഖയും കൂടി ചേർന്ന് പിടിക്കുകയാണ്. അപ്പോൾ രാധിക ദേഷ്യത്തോടു കൂടി ഗോവിന്ദിനോട് ചോദിക്കുകയാണ്, എന്താ കണ്ണാ ഇത്, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയിട്ടാണോ നീ ഇങ്ങനെ മദ്യപിച്ച് കാലുറക്കാതെ വരുന്നത്? അപ്പോൾ അവിടെ ചെയറിൻ്റെ കയ്യിലായിട്ട് ഇരുന്നിട്ട് ഗോവിന്ദ് പറയാണ്, സോറി, ഇനി മദ്യപിക്കാതിരിക്കാൻ സന്തോഷവും സങ്കടവുമായ കാരണങ്ങൾ ഒന്നുമില്ലാതിരിക്കട്ടെ. അപ്പോഴേക്ക് അജാസ് രാധിക പറഞ്ഞത് പ്രകാരം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ താഴത്തെ ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് ഗീതു അവിടുന്ന് സ്റ്റെപ്പറിങ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദ് വീണ്ടും കാലടറിക്കൊണ്ട് അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും രാധിക ഗോവിന്ദിനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണാ, ഗീതുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ നീ വന്നതാണെങ്കിലോ മദ്യപിച്ച് സമനില തെറ്റിയ അവസ്ഥയിലും. അപ്പോൾ ഗോവിന്ദ് നേരെ രാധികയുടെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, ഗീതുവിൻ്റെ കാര്യത്തിൽ അമ്മ ഇനിയൊരു തീരുമാനം എടുക്കണ്ട, അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തോ ഒരു ഉഗ്രം പണി എന്നെ തേടി വരുന്നുണ്ട് അവറാച്ചാ. ഗീതു വേഗം സ്റ്റെപ്പ് കയറി ഓടി മുകളിലേക്ക് പോവാണ്. രേഖ അത് കാണുന്നുണ്ട്. അതേസമയം ഗോവിന്ദ് പറയാണ്, ഗീതു എൻ്റെ ഭാര്യയാ, പക്ഷേ അവൾ ഇവിടെ നിന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടവളല്ല. അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ അവളെ പറഞ്ഞു വിടും. അതും പറഞ്ഞ് ഗോവിന്ദ് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പം വരുണ് രാധികയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്, ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുന്ന ഗോവിന്ദേട്ടൻ എന്താ ഗീതുവിനെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അപ്പോൾ രാധിക പറയാണ്, ഇത് അവൻ പറയുന്നതല്ല, അവൻ്റെ ഉള്ളിലെ മദ്യം അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. അപ്പോൾ രേഖ നോക്കുന്ന സമയത്ത് വേച്ച് നടന്നുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, അവളെൻ്റെ ഏകാന്തതയിലെ വെളിച്ച, ലവ് ഓഫ് മൈ ഹാർട്ട്,
ട്യൂൺ ഓഫ് മൈ സോങ്, എൻ്റെ മരുഭൂമിയിലെ മഞ്ഞ്, ട്യൂൺ ഓഫ് മൈ കില്ലർ ആപ്പ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രേഖക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഗോവിന്ദിൻ്റെ ആ ഒരു അവസ്ഥയും പ്രണയവും ഒക്കെ കൂടെ കാണുന്ന സമയത്ത് രേഖ അത് എൻജോയ് ചെയ്യാണ്. പക്ഷെ രാധികക്കും വരുണിനും ദേഷ്യമാണ് വരുന്നത് ഗോവിന്ദിൻ്റെ കളിയൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഗോവിന്ദ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആൻഡ് ഐ ലവ് യു ഗീതു. അപ്പോൾ വരുണ് ദേഷ്യം വരികയാണ്. എന്നൊക്കെ പറയുമ്പോഴേക്കും സ്റ്റെപ്പൊക്കെ കയറിയിട്ട് എങ്ങനെയൊക്കെയോ വേച്ച് താഴത്ത് വീഴാൻ ശ്രമിച്ചിട്ടും ഒക്കെ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ രേഖ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ മദ്യവും പ്രണയവും കലർന്നൊരു വല്ലാത്ത മൂഡിലാണല്ലോ ഗോവിന്ദേട്ടൻ. ഗീതു റൂമിന് വെളിയിൽ വരുന്ന സമയത്ത് ഗോവിന്ദ് വേച്ച് സ്റ്റെപ്പ് കയറി വരുന്നത് കാണാണ്. അപ്പോൾ ഗീതു വേഗം എങ്ങനെ എസ്കേപ്പ് ആവും എന്നൊരു ആശയത്തിൽ വേഗം മുറിയിലേക്ക് പോയിട്ട് പുതപ്പെടുത്ത് തലവഴി മൂടി കിടക്കുകയാണ്. കാരണം ഗോവിന്ദ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിച്ചു പറയും പോലെ, ഐ നോ ടു ഹാൻഡിൽ ഗീതു. ഈശ്വര, 8ൻ്റെ പണിയാണ്, അടിച്ച് പൂക്കുറ്റിയായിട്ട് വരുന്നുണ്ട്. ഇത് പുതപ്പ് മൂടിയിട്ട് ഇങ്ങനെ ഗോവിന്ദ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്ത് കിടക്കുകയാണ്, കണ്ണൊക്കെ തുറന്നു പിടിച്ചിട്ട്. ഗോവിന്ദ് മുറിയിലേക്ക് വന്ന സമയത്ത് ഗീതു അവിടെ പുതച്ച് മൂടി കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വേഗം തന്നെ വാതിൽ അടച്ചിട്ട് ഷൂ ഒക്കെ ഊരിയതിന് ശേഷം ഗീതുവിനെ നേരെ തിരിഞ്ഞിട്ട് വിളിക്കും. കാരണം ഗീതു ഉറങ്ങുകയെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത്. മൈ ഡാർലിംഗ് ഗീതു, ഉറങ്ങിയോ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഗോവിന്ദ് പറയാണ്, പാവം ഗീതു. അപ്പോൾ ഉറങ്ങുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഗീതു കൂർക്കം വലിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ഗോവിന്ദ് ഗീതുവിന് അടുത്തായിട്ട് അവിടെ ചേർന്ന് കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഗീതു, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിൽ ഒരുപാട് ക്യാമറകൾ വെച്ച് നടന്ന് തളർന്ന് ഇപ്പോഴിതാ വെട്ടിയിട്ടൊരു വാഴത്തണ്ട് പോലെ കിടക്കുന്നു. അപ്പോൾ ഗീതു പുതപ്പിനടിയിൽ നിന്ന് പെറുവിറുക്കാണ്. വാഴ നിങ്ങളുടെ മര്യാദക്കൊരു ഉപമ പറയാൻ പോലും ഈ മനുഷ്യൻ അറിയില്ല. അപ്പോൾ ഗോവിന്ദ് കള്ളിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണല്ലോ കിക്കിലുള്ളത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, ഉറങ്ങിക്കോ സോജ രാജകുമാരി. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കും, ഓ അപ്പോൾ വയലൻസ് അല്ല റൊമാൻസ് ആണോ. അപ്പം ഗോവിന്ദ് ഇങ്ങനെ പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോജ രാജകുമാരി നീ ഉറങ്ങിക്കോ, അതുകൊണ്ട് നിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് മനസ്സ് തുറക്കാം. അപ്പം ഗീതു പറയും, തുറന്നോ. അപ്പം ഗോവിന്ദ് പറയാണ്, പാപിയായിരുന്നു ഞാൻ, ദുഷ്ടനായിരുന്നു ഞാൻ നീ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഗീതു അതൊക്കെ എൻജോയ് ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് ഗോവിന്ദ് പറയുന്ന ബാക്കി കൂടെ കേൾക്കാൻ. അപ്പോൾ ഗോവിന്ദ് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്, ആ ഒരു നാവൊക്കെ കുഴഞ്ഞ് സംസാരിക്കുകയാണ്. എനിക്ക് വേണ്ടി ജീവൻ കഴിക്കാൻ പോലും നീ തയ്യാറാണെന്ന് അജാസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ നിനക്ക് എന്താ തരേണ്ടേ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഗീതു അതിനെ പുതപ്പിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്നത്. കാരണം ഗീതുവിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഗോവിന്ദിനുള്ള ആ പ്രണയം തന്നെയാണ് തിരിച്ച് ഗോവിന്ദിനുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള സന്തോഷം. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ജീവൻ തന്നെ എടുത്ത് എൻ്റെ കൈവെള്ളയിൽ വെച്ചതാ, എൻ്റെ ജീവനുമായി ചേർന്നിട്ട് ഞാനത് സൂക്ഷിച്ചോളാം. അപ്പോൾ വീണ്ടും ഗോവിന്ദ് പറയുന്നുണ്ട്, നിനക്ക് ചെറുതായിട്ടൊന്നും തന്നാൽ പോരാ, വലുതായിട്ട് തരണം. നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കും. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറ, അതാ കേൾക്കണ്ടേ. നിന്റെ IAS മോഹങ്ങളിലേക്ക് നീ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരണം. അപ്പോൾ ഗീതു പുതപ്പിനടിയിൽ നിന്നും പിറുപിറുക്കുന്നുണ്ട്, കറക്റ്റ്, ഇവിടുന്ന് രാധികാമ്മയും വരുണിനെയും ചവിട്ടി പുറത്താക്കിയാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരും. അതിനുശേഷം നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരൊറ്റ പറക്കലാ, IASും കൊണ്ടേ തിരിച്ചു വരൂ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്റെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ ഞാൻ നിനക്ക് ചിറകുകൾ വെച്ച് തരും. ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അങ്ങനെ പറയുന്ന സമയത്ത് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മനസ്സ് കണ്ണേട്ടൻ കണ്ടോ, അപ്പം എന്നെ ഇഷ്ടമാണ്, അത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിന്റെ പ്രശ്നങ്ങൾ ഞാനൊരു സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കും. അപ്പോൾ പെട്ടെന്ന് ഗീതു ഞെട്ടുകയാണ്, സൈക്കാട്രിസ്റ്റോ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, വാവ്, ഉറക്കത്തിൽ പോലും ഞെട്ടുന്നുണ്ടോ പാവം. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് അവിടെ ചേർന്നിരുന്നിട്ട് ഗോവിന്ദ് പറയാണ്, യെസ്, വെരി സീരിയസ് സൈക്കിക് ഡിസോർഡർ. അപ്പോൾ ഗോവിന്ദ് വീണ്ടും പിച്ചുമ്പേയും പറയും പോലെ തന്നെ പറയാം, സൈക്കാട്രിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ നിനക്ക് മെഡിസിൻസ് വാങ്ങും, എന്നിട്ട് ആ ഗുളികകളെല്ലാം ചേർത്ത് ഒരു ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് ആ ഗുളികളെല്ലാം ചേർത്ത് ഒരു ഗ്ലാസ്സിലിട്ട് അതിൽ ജ്യൂസ് ഒഴിച്ച് നിനക്ക് ഞാൻ തരും. എന്നിട്ടൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇളക്കുകയൊക്കെ ചെയ്തിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് വീണ്ടും പോവാണ്. എന്നിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വിളിക്കുന്നുണ്ട്, ഗീതുമോളെ ഇത് കുടിച്ചോന്നും പറഞ്ഞ്. ഗീതുവിന് ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. ഗോവിന്ദാണെങ്കിൽ പതറിപ്പോയി, ഞെട്ടി, കാരണം പ്രതീക്ഷിക്കുകയെ ചെയ്തിട്ടില്ലായിരുന്നു ഗീതു അപ്പോൾ എണീക്കുന്നുള്ളത്. ഗോവിന്ദ് അവിടുന്ന് ഞെട്ടിയിട്ട് താഴോട്ടേക്ക് വീഴുകയാണ് ഗ്ലാസ്സും കയ്യിൽ പിടിച്ചിട്ട്.
അപ്പോൾ ഗീതു ദേഷ്യത്തോടെ എണീച്ചിട്ട് പറയും, വട്ടിൻ്റെ ഗുളിക നിങ്ങളുടെ രണ്ടാനമ്മക്ക് കൊടുത്താൽ മതി, ബാക്കിയുള്ളത് നിങ്ങളുടെ രണ്ടാനമ്മയുടെ മോനിക്കും കൊടുക്ക്. അപ്പോൾ ഗോവിന്ദ് എഴുന്നേറ്റിട്ട് പറയും, നീ ഉറക്കം നടിച്ചെന്നെ ചതിക്കുമായിരുന്നല്ലേടി വഞ്ചകി. അപ്പോൾ ഗീതു പറയും, നിങ്ങൾ എനിക്ക് ഗുളിക തരുന്നു പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്, ഇക്കണക്കിനെ നിങ്ങൾ വിഷം തരാൻ പോലും മടിക്കില്ലല്ലോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ നിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഗീതുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് വലിച്ചിട്ട് ഗോവിന്ദ് പറയും, ഗീതു എനിക്ക് വേണ്ടി നീ ചാവാൻ നടക്കുന്നതേ ഒരു ഭയങ്കര സൈക്കാട്രിക് പ്രോബ്ലമാണ്. അപ്പോൾ ഗീതു നമുക്കത് ചികിത്സിച്ചിട്ട് മാറ്റാം, വേറെ ആരും അറിയണ്ട. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി പറയും, നിങ്ങൾക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന പരിപാടിയെ ഞാൻ നിർത്തി. എന്നിട്ട് ഗോവിന്ദിനെ പിടിച്ച് തള്ളിയിട്ട് ഗോവിന്ദ് അപ്പുറത്തെ ചോബറിൻ്റെ ഭാഗത്തേക്ക് തിരിയാണ്. ഗീതു വീണ്ടും പൊതച്ച് കിടക്കും. ഗുഡ് നൈറ്റ്. വേണ്ടെങ്കിൽ വേണ്ട, അവളെവിടെ പോയി എന്നും പറഞ്ഞ് തിരിയുന്ന സമയത്ത് ഗീതു വീണ്ടും പൊതച്ച് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിന് സംശയമായി, ഇവൾ ഉറങ്ങി എഴുന്നേറ്റില്ലേ, എനിക്ക് തോന്നിയതാണോ, അല്ലെങ്കിൽ എനിക്ക് വട്ട് പിടിച്ചോ, എല്ലാം എൻ്റെ ഇമാജിനേഷനായിരുന്നു, ഹാലൂസിനേഷൻ. അപ്പോൾ ഗീതു പുതപ്പിൻ്റെ അടിയിൽ നിന്ന് കിടന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ഇതെങ്ങാൻ ഇവളറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് ഗുളിക കലക്കി തരും. അപ്പോൾ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ വെച്ച് ഗീതുവിന് ചിരി നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈവച്ചിട്ട് വായ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്, ശബ്ദം ഗോവിന്ദ് കേൾക്കാതിരിക്കാൻ. മിണ്ടാതെ പോയി കിടക്കാം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ ബെഡിൽ വീഴുകയാണ്. അപ്പോൾ ഗീതു ദേഷ്യത്തിൽ പറയും, ലൈറ്റ് ഓഫ് ആയി ഇത് കിടക്ക്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ അശരീ പോലെ ശബ്ദമാണല്ലോ വീണ്ടും കേട്ടേന്ന് വെച്ച് നോക്കും. എന്നിട്ട് സ്വയം പറയും, ഹാലൂസിനേഷൻ, കുടിച്ചതിത്തിരി ഓവറായിപ്പോയി, അതാ ഇല്ലാത്തതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, സീരിയസ് ഡിസോർഡർ, ലൈറ്റ് ഓഫ് എന്നും പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കുകയാണ്. ഗീതുവിനാണെങ്കിൽ ചിരി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പുതപ്പിനടിയിൽ വെച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അതേസമയം കിഷോർ ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ടെൻഷനോട് കൂടിയാണ് മുറിയിലേക്ക് വരുന്നത്. കിച്ചു, ഗീതാഞ്ജലി കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, AGM-ൽ നമ്മളറിയാത്ത ചില ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട്. കിഷോർ നിസ്സാരമായിട്ട് പറയും, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാകുമ്പോൾ അതൊക്കെ പതിവാ, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റൊമാൻറ്റിക്കായിട്ട് പോവുകയാണ് അവർണികയുടെ അടുത്തേക്ക്. അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ അവർണിക പറയാണ്, അറിഞ്ഞോ അറിയാതോ നമ്മളും അവിടെ നടക്കുന്ന ക്രമക്കേടിൻ്റെ ഭാഗമാവാതിരിക്കാനാ ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഞാനിപ്പം വളരെ പ്ലാനിങ്ങോടുകൂടി ഒരു പിഴവും പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കിച്ചുവിനെ ബാധിക്കുന്ന കാര്യമല്ല, പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റിയോന്ന് സംശയം. എന്താന്ന് പറ. ഓഫീസിൽ വെച്ച് ഗീതാഞ്ജലിയുടെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന എന്തോ പ്രധാനപ്പെട്ട ഡാറ്റാസ് ഡിലീറ്റായി. അപ്പോൾ കിഷോർ ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ്. അവർണിക പറയുന്നുണ്ട്, അതാരാ ചെയ്തതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കിഷോർ ആദ്യം ഒരു വളിച്ച ചിരിച്ചിട്ട് പറയും, ഗീതാഞ്ജലി മാഡം പേഴ്സണലായിട്ട് എന്ത് ഡാറ്റാസ് സൂക്ഷിക്കാനാ? അപ്പം അവർണിക പറയുന്നുണ്ട്, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര സീരിയസ് ഇഷ്യൂസ് ആയിട്ട് ഗീതാഞ്ജലി പറയില്ല. അപ്പം കിഷോർ പറയാണ്, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ചെയർമാൻ്റെ സിസ്റ്റത്തിലുണ്ട്, ഗീതാഞ്ജലി അതിൽ എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് ഡിലീറ്റ് ആയാലും മേജർ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ അവർണിക തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെ വേറെ എവിടെയും സൂക്ഷിക്കാത്ത ഡാറ്റാസുകളാണെങ്കിലോ? CCTV ക്യാമറകൾ ഓഫ് ചെയ്തത് ആരാണെന്ന് ഗീതാഞ്ജലി എന്നോട് ചോദിച്ചു, വരുൺ പറഞ്ഞിട്ട് അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, നീ പറഞ്ഞിട്ട് ഞാനത് ചെയ്തതെന്ന് ഗീതാഞ്ജലി മേഡം അറിഞ്ഞാൽ കിച്ചുവിന് ഇപ്പോൾ കിട്ടുന്ന എല്ലാ പരിഗണനയും നഷ്ടമാവും. വരുണിന് പകരം പിന്നെ പ്രതിസ്ഥാനത്ത് ഞാനായിരിക്കും. അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ നിന്റെ പേര് പറയാഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് നീ വിസിറ്റേഴ്സ് ഏരിയയിലെ ക്യാമറകൾ മാത്രം ഓഫ് ചെയ്തപ്പോൾ വരുണ് ബാക്കിയുള്ള എല്ലായിടത്തെയും ക്യാമറകൾ ഓഫാക്കി. എന്നിട്ട് ഗീതാഞ്ജലിയുടെ ക്യാബിനിൽ കയറിയിട്ട് ഡാറ്റാസ് മാറ്റി. ഇതായിരിക്കും സംഭവിച്ചത്. അപ്പോൾ കിഷോർ വേഗം പറയും, അല്ലെങ്കിലും വരുണിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്, അയാൾ എന്തൊക്കെയോ രഹസ്യങ്ങളുള്ള ആളാ. അപ്പോൾ അവർണികയും പറയുന്നുണ്ട്, ഗീതാഞ്ജലിക്കും വരുണിനെയാണ് സംശയം, പക്ഷെ അന്വേഷിച്ചു വരുമ്പോൾ CCTV ഓഫാക്കിയത് ഞാൻ പറഞ്ഞിട്ട് കിച്ചുവാണെന്ന് അറിഞ്ഞാൽ കുറ്റം മുഴുവൻ നമ്മുടെ തലയിലാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കിഷോർ വേഗം പറഞ്ഞു കൊടുക്കുകയാണ്, ഗീതാഞ്ജലി മാഡത്തിന് വരുണിനേക്കാൾ വിശ്വാസം നിന്നെയാണ്, അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിന്നാൽ നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അറക്കൽ ഫാമിലിയിൽ ഗീതാഞ്ജലി മാഡത്തിൻ്റെ അധികാരം ഇഷ്ടപ്പെടാത്ത വരുൺ അവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമായില്ലേ. പക്ഷേ നമ്മൾ മാഡത്തിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് കൊടുത്തു നിൽക്കുന്നു. നീ മുമ്പിൽ നിന്നാൽ മതി, മാഡത്തിന് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. അവർണിക അത് അംഗീകരിക്കുകയാണ്. രാവിലെ ഗോവിന്ദനുള്ള ചായ കൊടുത്തിട്ട് ഗീതു കുറച്ച് ചൂടായിട്ട് തന്നെ ചോദിക്കും, ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ. ഇതൊരു പതിവായിട്ട് വരുന്നുണ്ടേ. അപ്പം ചിരിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നീ ജീവൻ കളയാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന കാര്യം അജാസ് പറഞ്ഞു. എന്നിട്ടും നിന്നെ ഒരു മനോരോഗിയായി തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ കൺട്രോൾ പോയി. പിന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ കുടിച്ചു. നിന്റെ ത്യാഗം കണ്ട് അജാസ് നിന്നെ ഒരു സഹോദരിയായിട്ട് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടനൊരു ആപത്ത് വന്നാൽ അതെനിക്ക് സഹിക്കില്ല. അത് തടയാൻ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു ചോദിക്കുകയാണ്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി എനിക്കൊരു ആപത്ത് വന്നപ്പോൾ നിനക്കത് സഹിച്ചില്ല, അപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കുമോ? എന്നിട്ടും എന്താ എൻ്റെ ടെൻഷൻ നീ മനസ്സിലാക്കാത്തത്? ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കണ്ണേട്ടാ. എന്നിട്ടാണോ നിന്റെ സ്വപ്നങ്ങളിലേക്ക് പോവാതെ നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കണ്ണേട്ടനപ്പോൾ ഒരു കുടുംബജീവിതമാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കണ്ണേട്ടാ.
ഒരിക്കൽ വേർപിരിയാൻ വേണ്ടി മാത്രം ഒന്നിച്ചവരാ നമ്മൾ. അതുകൊണ്ട് സ്വന്തം ജീവിതം മറന്ന് നീ പെരുമാറരുത്. നിനക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നിന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ഞാൻ കൊണ്ടുപോയി ചേർക്കാം. കൊച്ചിയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓ, എന്നെ ഒഴിവാക്കിയിട്ട് വേണമായിരിക്കും വേറൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഗീതു തിരിച്ചു ചോദിക്കണം. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നിന്നെ പിരിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിന്റെ വിഷയമല്ല. നിനക്കും ഒരു ജീവിതം വേണം. ആ ജീവിതത്തിൽ ഞാനും ഇടപെടില്ല. എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ ഗോവിന്ദ് എന്ന് പേരിടണോ? അതൊക്കെ നിന്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കില്ല. അയ്യടാ, വിളിക്കാൻ പറ്റിയൊരു പേര്. ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചാലേ വലുതാവുമ്പോൾ അവൻ വല്ല ഓലമടലെടുത്തിട്ട് തലക്കടിക്കും. അപ്പോൾ ഗോവിന്ദനും ദേഷ്യം വരും. എന്തായാലും ഗീതാഞ്ജലിയൊക്കെ ഭേദമാണ്. നിന്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ടാഗോറിൻ്റെ താടിയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ പേര് ഇത്തിരി മോശമാണ്. നിങ്ങളുടെ മൂത്ത മോക്കെ എൻ്റെ പേര് ഇടണ്ട, രാധികയെന്ന് നീട്ടി വിളിച്ചോ. അല്ലെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ പേരാണ് കുഞ്ഞിൻ്റെ കാതിൽ വിളിക്കേണ്ടത്. എൻ്റെ കുഞ്ഞിനെ രാധിക എന്ന് നീട്ടി വിളിക്കും. ഓമനത്തോടെ രാധു എന്ന് വിളിക്കും. എൻ്റെ മോക്കങ്ങനെ ആ പേരിട്ടാ ഞാനിവിടെ കിടന്ന് താണ്ട പാടും. ഗീതു പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മോളുടെ പേരല്ല എൻ്റെ മോളുടെ പേരാ പറഞ്ഞത്. അപ്പോൾ ഗീതു ആദ്യം ഒന്ന് പതറും. അയ്യോ, അറിയാതെ എൻ്റെ ഉള്ളിലിപ്പോൾ പുറത്ത് വന്ന് പോയല്ലോ. ഭാഗ്യത്തിന് ഈ മണ്ടനത് മനസ്സിലായില്ല. അപ്പോൾ ഗോവിന്ദ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പോൾ എൻ്റെ മോളെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഗീതു പിടികൊടുക്കാണ്ട് പറയും, എൻ്റെ മോളെന്നോ നിങ്ങളുടെ മോളെന്നോ നാട്ടുകാരുടെ മോളെന്നോ ഞാൻ അങ്ങനെ പലതും പറയും. ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് എന്നോട് തല്ലൂടെ കണ്ടിട്ട് നാണയില്ലേ? വേഗം കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്ക്, ഞാനും വരാം. ഇനി ഇവിടെ നിന്നാലേ ഞാനും വട്ടായി പോകും എന്ന് പറഞ്ഞ് ഗീതു പോകാൻ നോക്കുമ്പോഴേക്കും ഗോവിന്ദ് പിന്നെ വിളിക്കുന്നുണ്ട്, ഗീതു സ്കൂട്ടർ എടുക്കണ്ട, ആ ഓഫീസിൽ നിന്ന് അജാസ് കൊണ്ടുവിടും. ശരി. എന്നിട്ട് ഗീതു പോയതിന് ശേഷം ഗോവിന്ദ് വിചാരിക്കണം, എന്നാലും എൻ്റെ മോളെ രാധു എന്ന് വിളിക്കുന്നതിൽ ഇവക്കെന്താ? മുറിയിലെത്തപ്പം ഗീതു വിചാരിക്കും, ഒരു രാധു ശരിയാക്കി തരാം. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. എന്തായാലും പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.